ഞാൻ പറഞ്ഞത് ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അംഗമാണ്. ഈ കേരള എഗ്രിമെന്റ് ഒപ്പുവെച്ചു. അതിന്റെ ഭാഗമായി പണം വാങ്ങിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ ഒരു കത്ത് പോയിട്ടില്ല. പിന്മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു കത്ത് ഇവിടെ നിന്ന് പോയിട്ടില്ല. അപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചത് ഇതിൽ നിന്ന് പിന്മാറാൻ വേണ്ടി സംസ്ഥാനം കത്തയച്ചതിനെ കുറിച്ചാണ്. അപ്പോൾ വളരെ വ്യക്തമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുന്നത് അങ്ങനെ ഒരു കത്ത് പോയിട്ടില്ല എന്നതാണ്. മാത്രവുമല്ല PM ശ്രീയിൽ പങ്കെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിക്കൊണ്ട് കേരളം പണം പറ്റി എന്നത് ആവർത്തിച്ച് ഈ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുന്നുണ്ട്. പക്ഷേ ഇതല്ല യാഥാർത്ഥ്യം എന്നതാണ് മനസ്സിലാകുന്നത്. അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉൾപ്പെടെയാണ് ന്യൂസ് 18 ലഭിച്ചിട്ടുള്ളത്. നമുക്കൊപ്പം ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, ഇന്നലെ മുഖ്യമന്ത്രി ഈ വാർത്താ സമ്മേളനത്തിൽ നടത്തിയതിൽ അപ്പോൾ ആവർത്തിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമാവുകയാണ്. ഒന്ന്, ഈ പദ്ധതി നിർത്തിവെക്കുന്നു, മരവിപ്പിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട് കത്തയച്ചിട്ടുണ്ട്. അത് നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയിരുന്നതാണ്. വാസുകിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇത് ക്യാപ്റ്റൻ അബേൻസ് എന്ന് കാണിച്ചുകൊണ്ടുള്ള കത്ത് അയച്ചത്. അതിനുശേഷം ഈ പദ്ധതിയിൽ നിന്ന് സർക്കാർ പണം പറ്റി എന്ന കാര്യം ആവർത്തിച്ച് മുഖ്യമന്ത്രി പറയുന്നു. എന്നാൽ അതും വാസ്തവമല്ല എന്ന് തെളിയുകയാണ്. എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള രേഖകൾ? മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചു എന്ന് സൂചിപ്പിക്കുന്ന വ്യക്തമാക്കുന്ന തെളിവുകൾ തന്നെയല്ലേ അത്? അതായത് കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നണിയുടെ ഭാഗമായിരുന്ന CPI തന്നെ എതിർപ്പ് പരസ്യമാക്കിയതോടെയാണ് കഴിഞ്ഞ 2025 നവംബർ 12 പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്ന K വാസുകി ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന് ഒരു കത്ത് അയക്കുന്നത്. ആ കത്തിലെ പരാമർശം താൽക്കാലികമായി ഈ പദ്ധതി മരവിപ്പിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പദ്ധതി നടത്തിക്കൊണ്ടു പോകുന്നതുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇത് പഠിക്കുന്നതിന് വേണ്ടി ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ നിയോഗിക്കുകയാണ്. അതുവരെ താൽക്കാലികമായി പദ്ധതി മരവിപ്പിക്കുകയാണ് എന്നായിരുന്നു ഈ കത്തിലെ പരാമർശം. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ മന്ത്രിസഭാ യോഗത്തിലടക്കം വിശദമായ ചർച്ചകൾ നടന്നിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലും PM ശ്രീയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കവെയാണ് കഴിഞ്ഞ സർക്കാർ ഈ പദ്ധതിയിൽ ഒപ്പുവെക്കുകയും അതുമായി മുമ്പോട്ട് പോവുകയും അതിന്റെ ആദ്യ ഗഡു പണം കൈപ്പറ്റുകയും ചെയ്ത പശ്ചാത്തലത്തിൽ സാങ്കേതികമായി അതിൽ നിന്ന് പിന്മാറാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നിലവിൽ അധികാരമേറ്റിരിക്കുന്ന UDF സർക്കാർ. അതുകൊണ്ട് ആ പദ്ധതിയുമായി മുമ്പോട്ട് പോകും. പക്ഷേ കരിക്കുലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുക്കുന്നത് സംസ്ഥാനമായിരിക്കും. അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന കാര്യം കേന്ദ്രത്തെ അറിയിക്കുമെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ഇന്നലെ വ്യക്തമാക്കിയത്. അതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു കത്ത് അയച്ചിട്ടുണ്ടോ എന്ന കാര്യം അദ്ദേഹത്തോട് ചോദിക്കുന്നത്. ഈ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുകയാണ് എന്ന് കാണിച്ചുകൊണ്ട് കത്തയച്ചിട്ടുണ്ടോ എന്ന കാര്യം മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുകയും അങ്ങനെ ഒരു കത്ത് സംസ്ഥാനം ഇതുവരെ കൈമാറിയിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നത്. എന്നാൽ അതിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുൻ വിദ്യാഭ്യാസ മന്ത്രിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഓഫീസും ഒക്കെ രംഗത്തെത്തുന്നത്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് 2025 നവംബർ 12 അന്ന് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്ന K വാസുകി ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് കാണിച്ചുകൊണ്ട് കേന്ദ്രത്തിന് അയച്ച കത്തിന്റെ പകർപ്പ് അവർ പുറത്തുവിട്ടിരുന്നു. അതിന് പിന്നാലെ 2026 മാർച്ച് 27 കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടന്നിരുന്നു. ഈ PM ശ്രീ പദ്ധതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ സെക്രട്ടറിമാരടക്കം പങ്കെടുത്ത യോഗമാണത്. ആ യോഗത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്ന K വാസുകി പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ആ യോഗത്തിന്റെ മിനിറ്റ്സ് രേഖകൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ വ്യക്തമാക്കുന്നത് ഏതാണ്ട് 92 കോടി രൂപ അന്ന് കേരളത്തിന് അനുവദിച്ചതിന്റെ രേഖകൾ ഈ മിനിറ്റ്സിൽ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. അതിൽ എടുത്തു പറയുന്ന കാര്യം ഈ പണം SSK പ്രൊജക്ടിനു വേണ്ടിയാണ്, അതിനപ്പുറത്തേക്ക് PM ശ്രീ പദ്ധതിക്ക് വേണ്ടിയല്ല എന്ന കാര്യം. അതായത് SSK എന്ന പ്രത്യേക പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് ഈ പണം അനുവദിക്കുന്നത്. അതല്ലാതെ അതിന് PM ശ്രീയുമായി ബന്ധമില്ല എന്ന് വളരെ വ്യക്തമായി ആ ഡോക്യുമെന്റുകളിൽ എടുത്തു പറയുന്നുണ്ട്. അതോടൊപ്പം ചേർത്ത് വെക്കേണ്ട കാര്യം PM ശ്രീ പോർട്ടലിൽ സംസ്ഥാനത്തെ ഒരു സ്കൂളുകളും ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ആകെ 47 സ്കൂളുകളാണ് PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത് വിവിധ ജില്ലകളിലായി. പക്ഷേ ഒരു സ്കൂൾ പോലും പോർട്ടലിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല
എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ എന്ത് സാങ്കേതികത്വമാണ് ഈ പദ്ധതിയുമായി മുമ്പോട്ട് പോകാൻ UDF സർക്കാരിനെ നിർബന്ധിതമാക്കിയത് എന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ് ഉയരുന്നത്. അവിടെയാണ് ഈ ഒരു പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട വലിയ സാമ്പത്തിക സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വിദ്യാഭ്യാസ വകുപ്പിലേക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായി ലഭിക്കേണ്ട വലിയ സാമ്പത്തിക സഹായം ലഭിക്കാതെ പോകുമോ എന്നൊരു ആശങ്കയാണ് UDF സർക്കാരിനെ ഇങ്ങനെ ഒരു തീരുമാനം മാറ്റുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ PMC പദ്ധതിയുമായി മുമ്പോട്ട് പോകാനുള്ള ഒരു ധാരണയിലേക്ക് എതിർപ്പുകൾക്കിടയിലും എത്തിച്ചത് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് ഈ പുറത്തു വന്നിട്ടുള്ളതിൽ 3 രേഖകൾ, അതായത് വാസുകി അയച്ച കത്ത്, ഒപ്പം നേരത്തെ ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 2026 മാർച്ച് 27 ചേർന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയ യോഗത്തിന്റെ മിനിറ്റ്സ്, ഒപ്പം ഈ SSK ഫണ്ട് സർവശിക്ഷാ അഭിയാൻ ഫണ്ടാണ് ലഭിച്ചത്, PM ശ്രീയുടെ ഫണ്ടല്ല കേരളം കൈപ്പറ്റിയിരിക്കുന്ന കാര്യം. 3 കാര്യങ്ങളാണ് വ്യക്തമാകുന്നത്. അങ്ങനെ വരുമ്പോൾ VD സതീശൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞ ഈ 3 കാര്യങ്ങളും വസ്തുതാവിരുദ്ധമാണ് എന്ന് തെളിയുകയാണ്. ഇതിൽ ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് ഫണ്ടുകൾ കേന്ദ്ര സർക്കാർ തടഞ്ഞുവെക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക എന്നതാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൂടെ UDF സർക്കാർ ലക്ഷ്യമിടുന്നത്. അപ്പോഴും ഇതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ കഴിഞ്ഞ LDF സർക്കാരിന്റെ തലയിൽ വെച്ച് ഇതിന്റെ ആനുകൂല്യം പറ്റുക എന്നത് UDF ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമാണ് നമ്മൾ നിർബന്ധിതമായി പോകുന്നതാണ് ഈ പദ്ധതി തുടരാൻ എന്നത് ആവർത്തിച്ച് VD സതീശൻ പറയുന്നതിന്റെ കാരണം. എന്നാൽ ഈ തെളിവുകൾ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെയല്ല എന്ന് വാദിക്കുകയും മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയുമാണ് LDF ചെയ്യുന്നത്. ഇതൊരു രാഷ്ട്രീയ പോരായി മാറിയിരിക്കുന്ന ഘട്ടത്തിൽ ഇത് തുടർന്നും ഈ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുക എന്നതാണോ സാധ്യത? അതിന് തന്നെയാണോ? അതിനപ്പുറം ഉപസമിതിയുണ്ട്. ഉപസമിതി ഇനി പഠിച്ച് മറിച്ച് ഏതെങ്കിലും ഒരു തീരുമാനത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ടോ? UDF സർക്കാർ നമ്മൾ കണ്ടുവരുന്നത് തെറ്റ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കൂ, ഞങ്ങൾ തിരുത്താം എന്ന് പറയുന്നതാണ്. അങ്ങനെ രാഷ്ട്രീയ സമ്മർദ്ദമേറുകയാണ് എങ്കിൽ UDFനും സമാനമായി എന്താണോ LDF സർക്കാരിന് സംഭവിച്ചത് അതുപോലെ ഒരു നിലപാടിലേക്ക് പോകേണ്ടി വരുമോ? എന്താണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്? UDFിനുള്ളിൽ തന്നെ PM3 പദ്ധതിയുമായി മുമ്പോട്ട് പോകാനുള്ള തീരുമാനത്തിനെതിരെ ഒരു വിഭാഗത്തിൽ അതൃപ്തി പുകയുന്നുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതിൽ തന്നെ ലീഗ് നേതൃത്വത്തിന്റെ കൺസേൺ ആണ് പ്രധാനമായി UDFിന് മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. ലീഗ് നേതാക്കന്മാർ ഈ വിഷയത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്നതൊരു ചോദ്യം തന്നെയാണ്. കാരണം വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ലീഗ് മന്ത്രിമാർ, പ്രത്യേകിച്ച് നിലവിൽ മന്ത്രിയായ KM ഷാജി അടക്കം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിൽ PM3 പദ്ധതിക്കെതിരെ പരസ്യമായി രംഗത്തെത്തുകയും താൻ ജയിച്ചെത്തിയാൽ ഈ പദ്ധതി അറബിക്കടലിൽ തള്ളുമെന്ന് പരസ്യമായി നിലപാട് വ്യക്തമാക്കുകയൊക്കെ ചെയ്തതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പദ്ധതിയുമായി മുമ്പോട്ട് പോകേണ്ട സാഹചര്യത്തിലേക്ക് UDF സർക്കാർ എത്തിച്ചേർന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണമായി സർക്കാർ വൃത്തങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസും വ്യക്തമാക്കുന്നത് ഈ ഒരു പദ്ധതിയിൽ നിന്ന് സംസ്ഥാനം ഇപ്പോൾ പിന്മാറുന്ന ഒരു നിലപാട് സ്വീകരിച്ചാൽ സംസ്ഥാനത്തിന് ഇനി ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപയുടെ സഹായമുണ്ട്. അത് സംസ്ഥാനത്തിന്റെ അവകാശമാണ്, അതൊരു ഔദാര്യമല്ല. ആ പണം ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം വരും. ആ സാങ്കേതികത്വം ചൂണ്ടിക്കാണിച്ച് ഇതിൽ നിന്ന് പിൻവാങ്ങിയാൽ അത് കേരളത്തിന് മേൽ ഇപ്പോൾ തന്നെ സാമ്പത്തിക ബാധ്യതയിൽ നിൽക്കുന്ന കേരളത്തിന് മേൽ ഒരു അധിക ബാധ്യതയായി മാറുന്ന സാഹചര്യം വരും. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ഇപ്പോൾ രക്ഷപ്പെടാൻ ഈ പദ്ധതിയുമായി സാങ്കേതികമായി മുമ്പോട്ട് പോവുക എന്നൊരൊറ്റ പോംവഴി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിന്റെ ആദ്യ ഗഡു സ്വീകരിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ PMC പദ്ധതിയുമായി മുമ്പോട്ട് പോകാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമായിരിക്കുന്നത് എന്നാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വിശദീകരണം. പക്ഷേ LDF അതിനെ പ്രതിരോധിക്കുന്നത് അങ്ങനെ ഒരു പണം PMC പദ്ധതിക്കെന്ന പേരിൽ ആദ്യ ഗഡുവായി കൈപ്പറ്റിയിട്ടില്ല. ഇതിനോടകം കൈപ്പറ്റിയ പണം മുഴുവൻ സമഗ്ര ശിക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട SSK പ്രൊജക്ടിന് വേണ്ടിയിട്ടാണ്. അത് വ്യക്തമാക്കുന്ന രേഖകൾ തങ്ങളുടെ കൈവശമുണ്ട്. പിന്നെ എങ്ങനെയാണ് PMC പദ്ധതിക്ക് വേണ്ടി പണം കൈപ്പറ്റിയെന്ന് പറഞ്ഞ് PMC പദ്ധതിയുമായി മുമ്പോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് UDF സർക്കാരിന് എത്തിച്ചേരാൻ കഴിയും? അതൊരു ഇരട്ടത്താപ്പാണ് എന്ന് പ്രതിരോധിക്കുകയാണ് LDF ചെയ്യുന്നത്. അങ്ങനെ ഇതൊരു രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കി പരസ്പരം മാറ്റുകയാണ് UDFും LDFും. ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചത് LDF സർക്കാരായതിനാൽ അതിൽ നിന്ന് ഇപ്പോൾ പിന്മാറാൻ കഴിയില്ല എന്നൊരു സാങ്കേതികത്വം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന്റെ മുഴുവൻ സാമ്പത്തിക നേട്ടം സംസ്ഥാനത്തിന് നേടിയെടുക്കാനുള്ള ഒരു തന്ത്രം UDFിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതേസമയം
പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് UDF നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഈ രേഖകൾ പരസ്യമാക്കിക്കൊണ്ട് വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. കളവ് പറയുന്നത് മുഖ്യമന്ത്രിയാണ് എന്ന് വ്യക്തമാകുന്ന ഒരു സാഹചര്യം കൂടിയില്ലേ? ഇന്നലെ അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് ധനവകുപ്പ് ഇതിന് ക്ലിയറൻസ് കൊടുത്തതിന്റെ രേഖകൾ ഉൾപ്പെടെ ഞാൻ വേണമെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ തരാം എന്നതൊക്കെ പറയുമ്പോൾ പോലും ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന രേഖകൾ ഉൾപ്പെടെ മുഖ്യമന്ത്രിയാണ് കളവ് പറയുന്നതെന്ന് തെളിയിക്കുകയല്ലേ? അവിടെയാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇതിനെ ഒരു രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കി അന്ന് പ്രതിപക്ഷത്തായിരുന്ന UDFും പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനും അതിനെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഡീലിന്റെ ഭാഗമാണ്. അതായത് CPI ഉൾപ്പെടെയുള്ള മുന്നണിയിലെ ഘടകകക്ഷികളെ ഇരുട്ടത്ത് നിർത്തിക്കൊണ്ട് അതീവ രഹസ്യമായി PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് BJP CPM ഡീലിന്റെ ഭാഗമായിട്ടായിരുന്നു എന്ന രാഷ്ട്രീയ പ്രചാരണമാണ് അന്ന് UDF നടത്തിയത്. പ്രതിപക്ഷ നേതാവും UDF നേതാക്കളും നടത്തിയത്. അത് വലിയ തരത്തിൽ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തുന്ന തരത്തിലേക്ക് ചർച്ചകൾ മാറുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതേ കാര്യത്തിലാണ് ഇപ്പോൾ വിപരീതമായൊരു തീരുമാനമുണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇന്നലെ അങ്ങനെ പറയാനിടയായ സാഹചര്യം ഒന്നുകിൽ അദ്ദേഹം ഇങ്ങനെയൊരു കത്തയച്ചിരുന്നു എന്ന കാര്യം, രേഖാമൂലം ഇങ്ങനെയൊരു കത്തയച്ചിരുന്നു എന്ന കാര്യം അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാകില്ല. അറിഞ്ഞിട്ടും മുഖ്യമന്ത്രി അങ്ങനെ പറയുകയാണ് ചെയ്തതെങ്കിൽ സ്വാഭാവികമായി അത് തെറ്റായി തന്നെ വ്യാഖ്യാനിക്കപ്പെടും. എന്തായാലും അദ്ദേഹം ഈ വിഷയത്തിൽ ഈ കത്ത് പുറത്തു വന്നതിന് ശേഷം ഒരു പ്രതികരണവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. പക്ഷേ അദ്ദേഹം അങ്ങനെ ഒളിച്ചോടുന്നയാളല്ല. ഈ ചോദ്യങ്ങളോട് കൃത്യമായി പ്രതികരിക്കേണ്ടി വരും. കാരണം അതിന് അദ്ദേഹം ബാധ്യസ്ഥനുമാണ്. കാരണം അദ്ദേഹം തന്നെ പരസ്യമായി നിലപാടെടുത്ത ഒരു വിഷയമാണ്. അതിൽ തന്നെ അദ്ദേഹം ഇന്നലെ പ്രതികരണം നടത്തിയതാണ്. വളരെ ഉത്തരവാദിത്ത ബോധത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത് ഈ പദ്ധതിയുമായി മുമ്പോട്ട് പോകാൻ തന്റെ സർക്കാർ നിർബന്ധിതമാകുന്നത്. കഴിഞ്ഞ സർക്കാർ ഇതിന്റെ ആദ്യ ഗഡു പണം കൈപ്പറ്റിയ പശ്ചാത്തലത്തിലാണ് ഈ പദ്ധതിയുമായി മുമ്പോട്ട് പോകാൻ UDF സർക്കാർ നിർബന്ധിതമാകുന്നതെന്നാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഈ കത്ത് പുറത്തുവിട്ടുകൊണ്ട് UDFനെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കം LDFന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ഭരണത്തലവൻ എന്ന നിലയിൽ സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രി എന്ന നിലയിൽ VD സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് അതിന് കൃത്യമായ മറുപടി നൽകേണ്ടി വരും. അത് കൃത്യമായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് കൂടിയായി വ്യാഖ്യാനിക്കപ്പെടും. അവിടെയാണ് ഇതിൽ ഒരു രാഷ്ട്രീയമായ പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയാണോ PM ശ്രീ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് LDFും UDFും എന്ന കാര്യത്തിന് കൂടി പ്രസക്തിയേറുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാനുള്ള UDF സർക്കാരിന്റെ തീരുമാനം ഒരു വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് കൂടിയാണ് വഴി തുറക്കുന്നത്. അങ്ങനെ ഈ പദ്ധതിയിൽ ഒപ്പിട്ടുകൊണ്ട് അതുമായി മുമ്പോട്ട് പോകുന്നതിനിടയിൽ പിന്നെ ഈ ഉപസമിതിയെ വെച്ചത് എന്തിനാ എന്നൊരു ചോദ്യം കൂടി ഏറുന്നുണ്ട്. ഉപസമിതിയുടെ കണ്ടെത്തലുകൾ നിലവിലുള്ള അതായത് ഈ പദ്ധതിയുമായി മുമ്പോട്ട് പോകുന്നതിന് തടസ്സമാണ് എന്നൊരു റിപ്പോർട്ടിലേക്കാണ് അവർ എത്തുന്നതെങ്കിൽ അതിൽ നിന്ന് പിന്മാറാൻ ഇനി സംസ്ഥാന സർക്കാർ തയ്യാറാകുമോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. എന്തായാലും സംസ്ഥാനത്തിന് വലിയ തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടയിലാണ് വിദ്യാഭ്യാസ വകുപ്പിന് സ്വാഭാവികമായി കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട ഈ ഫണ്ടിന്റെ കാര്യത്തിൽ ആശങ്കയുണ്ടായത്. അങ്ങനെ ആ പണം ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അത് വലിയൊരു ഇരട്ടി പ്രഹരമായി മാറും. അത് ഒഴിവാക്കാനുള്ള ഒരു നീക്കമാണ് UDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. തീർച്ചയായും ആ ഒരു പ്രതിസന്ധി എന്തായാലും കഴിഞ്ഞ സർക്കാരുകളും ചൂണ്ടിക്കാട്ടിയതാണ്. അതുകൊണ്ടാണ് ഈ പദ്ധതിയിൽ ഒപ്പിടേണ്ടി വന്നതെന്ന സാഹചര്യവും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പക്ഷേ അതിനും അപ്പുറം ഇപ്പോൾ വസ്തുതകൾ അറിഞ്ഞതിന് ശേഷവും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന ഒരു ചോദ്യമാണ് ബാക്കിയാകുന്നത്. നമുക്കറിയാം ഈ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ അവർ ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷത്തിരുന്ന് വിമർശനങ്ങൾ മാത്രം ഉന്നയിക്കുകയല്ല, വിഷയങ്ങൾ പഠിക്കുകയും ബദൽ നിർദ്ദേശിക്കുകയും ചെയ്തു എന്ന ഒരു പ്ലസ് പോയിന്റ് പോലും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന് ചാർത്തി നൽകിയിരുന്നു. എന്നാൽ PM ശ്രീയുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇവർ പ്രതിപക്ഷത്തിരുന്ന് പറഞ്ഞതൊന്നുമല്ല ഇപ്പോൾ പറയുന്നതെന്ന് വ്യക്തമാകുമ്പോൾ ഈ വിഷയം പഠിക്കാൻ വീണ്ടും ഉപസമിതിയെ വെക്കുമ്പോൾ ഇതൊന്നും പഠിക്കാതെ ആയിരുന്നോ ഈ വിഷയത്തിലുള്ള വിമർശനം എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമായി ഉയരുന്നു. LDF ചെയ്തതിൻ്റെ തുടർച്ച തന്നെ ചെയ്യാനാണോ, അല്ലെങ്കിൽ LDFന്റെ തലയിൽ കെട്ടിവെച്ച് അതിൻ്റെ തുടർച്ച ചെയ്യാനാണോ UDF സർക്കാർ അധികാരമിട്ടതെന്നൊരു ചോദ്യം ബാക്കിയാകുന്നു. നമുക്കറിയാം രക്ഷാപ്രവർത്തനത്തിലും ആലപ്പുഴയിലെ ആക്രമണത്തിലും മറ്റ് പല വിഷയങ്ങളിലുമൊക്കെ പ്രതികാര നടപടിയല്ല, അതിൻ്റെ വസ്തുതാപരമായ പരിശോധനകളാണ് നടക്കുന്നത് എന്ന് പറയുന്ന സർക്കാർ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ മാത്രം LDFന്റെ തലയിൽ വെച്ച് അതിന്റെ തുടർച്ച എന്ന നിലയിൽ കാര്യങ്ങളിൽ സമീപനം സ്വീകരിക്കുന്നു എന്നൊരു ചോദ്യം കൂടി പ്രസക്തമാവുകയാണ്. എന്തായാലും തെറ്റിദ്ധരിപ്പിച്ചത് എന്തിന് എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും. അദ്ദേഹം ബജറ്റിന്റെ തിരക്കിലാണ് എങ്കിൽ പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് ഒളിച്ചോടാത്ത വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം വരും ദിവസങ്ങളിൽ അത് വിശദമാക്കും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക.